നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തായിരുന്നല്ലോ കഴിഞ്ഞ ഞായറാഴ്ചത്തെ. മട്ടാഞ്ചേരിയിൽ നിന്നും വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതാണ് ഞായറാഴ്ചത്തെ ഏറ്റവും വലിയ വാർത്ത. അന്ന് 10 വർഷത്തിന് ശേഷം ഒരു RSSകാരനെ ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. UDF സർക്കാർ 10 വർഷം ചെയ്യാത്തത് ഇപ്പോൾ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലത് ഹാൻഡിലുകൾ ഒരുപാട് സൈബർ പ്രചരണം നടത്തിയിരുന്നു. അതെ, ടി.ജി. മോഹൻദാസിന് ജാമ്യം കിട്ടുകയും ചെയ്തു. അത് എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടന്നത്? അല്ല, ഈ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ പ്രഗത്ഭരും പ്രമുഖരുമായ നിയമവിദഗ്ധർ നിരവധി പേർ പറഞ്ഞ ഒരു കാര്യം, ഇത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടും. നമ്മളും കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നമ്മൾ പിറ്റേന്ന് രാവിലെ വാർത്ത ചെയ്തപ്പോൾ തന്നെ നമ്മളിത് പറഞ്ഞായിരുന്നു. പിന്നെ ടി.ജി. മോഹൻദാസിന് തീർച്ചയായിട്ടും ജാമ്യം കിട്ടും. ജാമ്യം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും ഇതിനകത്തില്ല. ഇത് സത്യത്തിൽ നമ്മളെ ടി.ജി. മോഹൻദാസിന് എന്തുകൊണ്ട് എങ്ങനെ ജാമ്യം കിട്ടി എന്നുള്ളതിനെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു, എന്തിന് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു? അത് രാജേഷിൻ്റെ ചോദ്യത്തിൽ തന്നെ ആ ഉത്തരം ഉണ്ട്. വാസ്തവത്തിൽ അത് ഈ UDF സർക്കാരിൻ്റെ ഇമേജ് ബിൽഡിങ്ങാണ്. അതായത് ഇവിടെ ഒരു ആൻറ്റി RSS, ആൻറ്റി BJP ആയ ഒരു സമൂഹം, ആ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം, ഇതാ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഒരു സംഘപരിവാറുകാരനെ പോലീസ് തൊടാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. മത്സരമാണ്. അല്ലല്ല, മത്സരം വാക്കുകളിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. അപ്പോൾ ഇവിടെ ഇന്ന് പ്രവർത്തിച്ച് കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളാണ് ടി.ജി. മോഹൻദാസിനെ പോലൊരു സംഘപരിവാർ നേതാവിനെ പൊക്കി അകത്തിടാൻ ധൈര്യം കാണിച്ചത്. ടി.ജിക്ക് ജാമ്യം കിട്ടുമോ കിട്ടാതിരിക്കുമോ അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരു സംഘിയെ, ഒരു സംഘപരിവാർ പ്രവർത്തകനെ, നേതാവിനെ ക്ലിപ്പിടാൻ ഞങ്ങൾക്കേ പറ്റിയുള്ളൂ. ഇതാണ് നരേറ്റീവ്. അപ്പോൾ അതിനു വേണ്ടി ഒരുക്കിയതാണ് അറസ്റ്റ്, അല്ലാതെ വേറൊന്നുമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സാങ്കല്പികമായി ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഹൈപ്പോത്തറ്റിക്കലി നമ്മൾ പറയുകയാണ്, ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, അല്ലേ? അപ്പോൾ ഞാനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ, ഞാനായിരുന്നു ആഭ്യന്തരമന്ത്രിയെങ്കിൽ, ഞാനായിരുന്നു DGP എങ്കിൽ, ഞാനായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ, അങ്ങനെ ഒരു സാങ്കല്പികമായ ഒരു പദവിയിലുള്ള ഒരു പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഒരാൾ പറയുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇതെങ്ങനെയാണ് ഇത് കലാപാഹ്വാനമാകുന്നത്? പിന്നെ 2, ഞാൻ അതിൻ്റെ ഈ പോലീസ് എന്തിന് കേസെടുത്തു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. UDF സർക്കാരിൻ്റെ ഇമേജ് ബിൽഡിങ്ങാണ്, ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കലാണ്. പിണറായിക്കില്ലാത്തൊരു പ്രതിച്ഛായ. അതായത് ഇത് ഡെപ്പോസിറ്റാണ്, വരുന്ന വർഷങ്ങളിലേക്കുള്ള, വരും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഡെപ്പോസിറ്റാണ്. ഇതിനിപ്പോൾ കൂടി വരും. അതായത് RSSകാരെ വേട്ടയാടാനുള്ള ശ്രമം വളരെ കാര്യമായിട്ട് സംഭവമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ശശികല ടീച്ചറിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, RV ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, പിന്നെ മറ്റു പല നേതാക്കളെ, ഹിന്ദു ഐക്യവേദി, ഇപ്പോൾ BJP നേതാക്കളെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവരെ, അതായത് ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറേ കൂടെ ഗൗരവമാണ്. എന്ന് വെച്ചാൽ BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിന് രാഷ്ട്രീയമായിട്ട് മാത്രമേ അതിനെ ആൾക്കാർ വിശകലനം ചെയ്യുള്ളൂ. പക്ഷേ ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുക, RSSൻ്റെ നേതാക്കളെ ഡയറക്റ്റായിട്ട് അറസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ കളി മാറി. അപ്പോൾ കണ്ടോ, 10 കൊല്ലം ഇരട്ടച്ചങ്കൻ ഭരിച്ചിട്ട്, കാരണഭൂതൻ ഭരിച്ചിട്ട് എന്തായി? ഏതെങ്കിലും ഒരുത്തൻ്റെ രോമത്തിൽ തൊട്ടോ? ഒരുത്തനെയെങ്കിലും പൊക്കി അകത്തിട്ടോ? ഇല്ലല്ലോ. ഇപ്പം ഞങ്ങൾ കണ്ടോ, ഞങ്ങൾ അധികാരത്തിൽ കയറിയ ഉടനെ ആദ്യം ടി.ജി. മോഹൻദാസ്. ഇനിയിപ്പോൾ അടുത്തത് ആര് വേണമെങ്കിലും ആകാം. ശശികല ടീച്ചറിനെ അറസ്റ്റ് ചെയ്യാം, RV ബാബുവിനെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് റിമാൻഡ് ചെയ്ത് പിന്നെ നടപടിക്രമങ്ങളിലേക്ക് പോകില്ല.
കേസ് കൂടുതൽ ഗൗരവമായിട്ട് അന്വേഷിക്കില്ല, ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അതിനകത്തൊന്നുമില്ല. അങ്ങനെ ഗൗരവത്തിൽ അന്വേഷിച്ച് എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കാനും നിയമപരമായിട്ട് ഇവരെ പൂട്ടാനും ഒക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഒരു ആൻറ്റി BJP, ആൻറ്റി RSS, ഒരു പരിധിവരെ ആൻറ്റി ഹിന്ദു ആയിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ, ഒരു ചെറിയ സമൂഹം ആൾക്കാരങ്ങനെ ഉണ്ട് കേരളത്തിൽ. ആ ആൾക്കാരുടെ മുന്നിൽ ഞാൻ പറയുന്നത് എല്ലാവരും ആൻറ്റി ഹിന്ദു ആണെന്നല്ല, അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളും ആൻറ്റി ഹിന്ദുക്കളായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ, അവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ, നിങ്ങൾ ഈ 10 കൊല്ലം നിങ്ങൾ പിണറായി വിജയനെ പിന്തുണച്ചു, ഇവിടെ ഒരു ചുക്കും നടന്നില്ല, സംഘപരിവാറിന് മൂക്ക് കയറിടാൻ പിണറായി വിജയന് പറ്റിയില്ല. പിണറായി വിജയനും മോളും മകളും ഒക്കെ EDയുടെ കുരുക്കിലാണ്, അവരുടെയൊക്കെ തല EDയുടെ കക്ഷത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ കണ്ടോ, ഞങ്ങളിവിടെ വന്ന ഉടനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു TG മോഹൻദാസിനെ, ഞങ്ങൾ മറ്റുള്ളവർക്കെതിരെയെല്ലാം കേസുകൾ എടുത്തു, അവരെല്ലാം പൊക്കി അകത്താക്കും എന്ന ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇത് ചിലരെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടാണ്, അതിലൊരു സംശയവുമില്ല. അതൊന്ന്. രണ്ടാമത്, രാജേഷ് ജി, ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന് നൽകുന്ന ഒരു സംരക്ഷണവും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നാൽ പോലീസ് എന്നെ ബോധ്യപ്പെടുത്തണം, നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളെ എന്ത് കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ചാർജ് എന്തൊക്കെയാണ്, ഏതൊക്കെ വകുപ്പുകളാണ് നിങ്ങൾക്കെതിരെ ഇട്ടിരിക്കുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. എന്നോട് പറയണം. ബോധ്യപ്പെടുത്തണം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് പറഞ്ഞു തരണം, അല്ലേ? അങ്ങനെ അതാണ് മിനിമം, ആദ്യം വേണ്ട ഒരു പ്രാഥമിക കാര്യം അതാണ്. ഒപ്പം തന്നെ പാലിക്കേണ്ട മറ്റു ചില മര്യാദകളുണ്ട്. ഉദാഹരണത്തിന്, ഒരാളെ വിളിക്കുമ്പോൾ കേസിൻ്റെ ഗൗരവം അനുസരിച്ച്, ഇപ്പം അതായത് 302, പഴയ IPC 302 അനുസരിച്ച്, അതായത് കൊലപാതക കുറ്റമാണെങ്കിൽ ഇമ്മീഡിയറ്റ് അറസ്റ്റ്, ഒരു നോട്ടീസും കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. മറിച്ച് 2 പേര് തമ്മിൽ വഴക്കൂടി, ഒന്നാമൻ രണ്ടാമനെ ഭീഷണിപ്പെടുത്തി, നിന്നെ ഞാൻ കാണിച്ചു തരാം അവിടെ എന്ന് ഭീഷണിപ്പെടുത്തി. ഈ ഒന്നാമനും രണ്ടാമനും വേറെ മുമ്പ് ഒരു കേസിലും പ്രതിയല്ല, വേറെ കുറ്റകൃത്യങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ രണ്ടാമൻ കൊണ്ട് പരാതി കൊടുത്തു, സാറേ എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ അവൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, എനിക്ക് പേടിയുണ്ട്, എൻ്റെ ജീവന് പേടിയുണ്ട്, ഭയമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലീസ് എന്ത് ചെയ്യും? ഒന്നാമനെ വിളിപ്പിക്കും. അത് വിളിപ്പിക്കുന്നത് നോട്ടീസ് കൊടുത്താണ് വിളിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളെ വൈകിട്ട് 5 മണിക്ക് ശേഷം സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പാടില്ല. ഇനി ഗുരുതരമായ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവരെ അവരുടെ വീട്ടിൽ ചെന്ന് ചോദ്യം ചെയ്യാം. വനിതാ പോലീസ് കൂടെ വേണം. മാത്രമല്ല, അവരെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നാൽ അവരെ വളരെ പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി അവരെ തുടർ നടപടികളിലേക്ക്, റിമാൻഡിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകണം. സ്ത്രീകൾക്ക് കൃത്യമായിട്ട് നോട്ടീസ് കൊടുത്തേ വിളിപ്പിക്കാവൂ. ഇതേ പരിഗണന മുതിർന്ന പൗരന്മാർക്കുമുണ്ട്. 60ഉം 65ഉം വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഈ പരിഗണനയുണ്ട്. അവർ മുതിർന്ന പൗരന് തീർച്ചയായിട്ടും നോട്ടീസ് കൊടുത്ത് വേണം വിളിപ്പിക്കാൻ. ഇനി വിളിച്ചിട്ട് നോട്ടീസ് കൊടുത്തിട്ട് ആൾ വന്നില്ലെങ്കിൽ നമുക്ക് അറസ്റ്റിലേക്ക് കടക്കാം, അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യാം. ഇതങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമാണ്. TG മോഹൻദാസ് മുൻകൂട്ടി അറിഞ്ഞു പോലീസ് വരികയാണെന്നറിഞ്ഞു. അദ്ദേഹം ഒരിടത്തും ഒളിച്ചോടിയില്ല, വീട്ടിൽ തന്നെ ഇരുന്നു. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. അത് എഡിറ്റ് ചെയ്ത കമ്പ്യൂട്ടർ ഉൾപ്പെടെ അവിടെ ഉണ്ടെന്നാണ്, ലാപ്ടോപ്പ് ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്തകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതാണ്. ഞാൻ TGയോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ TG അവിടുന്ന് എങ്ങും ഒളിച്ചോടിയില്ല, അവിടെ നെഞ്ചുവേദന അഭിനയിച്ചില്ല. അയ്യോ ആംബുലൻസ് കൊണ്ടുപോവാ, നിലവിളി സൈറൺ ഒന്ന് ഇട് എന്ന് പറഞ്ഞ് കരഞ്ഞു കൂവി അവിടെ കിടന്ന് നാടകമൊന്നും കളിച്ചില്ല. പോലീസ് വന്നു, ഇരുന്നു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അറസ്റ്റിലേക്ക് പോവും എന്ന് മനസ്സിലായി. മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ വക്കീലിനെ വിളിക്കണോ? വേണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നടപടി നടത്തിക്കൊള്ളൂ, അറസ്റ്റ് ചെയ്തോളൂ.
കാരണം TG മുമ്പും ഇതുപോലെ അടിയന്തരാവസ്ഥക്കാലത്ത് ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ കേസുകളൊക്കെ വരികയും അദ്ദേഹം അറസ്റ്റിലാവുകയൊക്കെ ചെയ്തതാണ്. അതൊന്നും ക്രിമിനൽ കുറ്റത്തിനല്ല. അദ്ദേഹം ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിനും അദ്ദേഹം ഈ നിയമത്തിൻ്റെ നടപടികൾ നേരിട്ടിട്ടില്ല. പിന്നെ TG ഹൈക്കോടതിയിൽ ഒരു വക്കീലാണ്, പ്രാക്ടീസുള്ള വക്കീലാണ്. അത്യാവശ്യം പുള്ളി കേസുകളിലൊക്കെ ഹാജരാകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ ടൈം പ്രൊഫഷൻ അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം അഡ്വക്കേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിയമം അറിയാം. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട ആർക്കും മനസ്സിലാവും അദ്ദേഹത്തിന് നിയമം അറിയാമെന്നുള്ളത്. അപ്പോൾ നോട്ടീസ് കൊടുക്കാതെ പോലീസ് അവിടെ ചെന്ന് ഒരു കൊടും കുറ്റവാളിയെ, ഒരു കൊടും ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് റിമാൻഡ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ TGയെ കസ്റ്റഡിയിൽ വേണം. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്ന് വെച്ചാൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യണം. അപ്പോൾ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, കൂട്ടുപ്രതികൾ, അവരെ പിടികിട്ടിയിട്ടില്ല. 2, തെളിവുകളും തൊണ്ടി സാധനങ്ങളും ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ പ്രതി എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് പ്രതിയെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്താലേ ഇതൊക്കെ കിട്ടുള്ളൂ, വിവരങ്ങളെല്ലാം കിട്ടുള്ളൂ. അങ്ങനെ വിവരം കിട്ടിയാൽ മാത്രമേ പോയി ആ സാധനങ്ങളൊക്കെ എടുത്ത് കൂട്ടുപ്രതികളുണ്ടെങ്കിൽ കൂട്ടുപ്രതികൾ, ഗൂഢാലോചനയുണ്ടെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ ഒക്കെ പൊക്കണം. അതിനാണ് ഈ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ. അതുകൊണ്ട് റിമാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ കോടതി തിരിച്ചു ചോദിച്ചു, ഈ നിങ്ങൾ പറയുന്ന തൊണ്ടി സാധനങ്ങൾ, അതായത് കമ്പ്യൂട്ടർ, ക്യാമറ, മറ്റേ എഡിറ്റിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം ലഭ്യമല്ലേ? ഇതൊന്നും TG മോഹൻദാസ് ഒരിടത്ത് ഒളിപ്പിച്ചിട്ടില്ലല്ലോ. പോലീസിന് മറുപടിയില്ല. അപ്പോൾ പോലീസ് എപ്പോൾ ആവശ്യപ്പെട്ടാലും അത് ഹാജരാക്കിക്കൊള്ളാം എന്ന് TGയുടെ വക്കീൽ പറയുകയാണ്. നമ്മുടെ ശാസ്തമംഗലം അജിത് കുമാറാണ്. അദ്ദേഹം ഒരു മികച്ച ക്രിമിനൽ ലോയറാണെന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെമ്പാടും അറിയാം. തിരുവനന്തപുരത്തെ കോടതികളിലും കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ വാദിക്കുന്ന ഒരു വക്കീലാണ് അദ്ദേഹം. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു വക്കീലാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടും കൂടെ ഒരു ചെറിയ പരിചയം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ ഹാജരാക്കാം, ഞങ്ങൾക്കൊന്നും വിളിക്കാനില്ല. സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളി തൊലിച്ച് വരുന്നത് പോലെയുള്ളൂ, തൊലിച്ച് വരുമ്പോൾ അകത്തൊന്നുമില്ല എന്ന് പറയുന്നത് പോലെയാണ് കാര്യം. അപ്പോൾ കോടതി ചോദിച്ചു, പിന്നെ എന്തിനാ ഇനിയിപ്പോൾ റിമാൻഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് TG പറയുന്നു, ഇപ്പോൾ ഇതിനകത്ത് കൂട്ടുപ്രതികളെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ചെയ്ത ആളിനെ പിടിക്കാം അല്ലേ? ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഇതുപോലൊരു കാര്യം പറഞ്ഞു, കൂടി വന്ന പിന്നെ എൻ്റെ കൂടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് അങ്ങേ പോലീസിന് വിളിച്ചു വരുത്താൻ, ചോദ്യം ചെയ്യാം, ഇത് കൂട്ടുപ്രതിയായിട്ട് ചേർക്കാം. പക്ഷേ റിമാൻഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെ, എന്നെ വേണമെങ്കിൽ ചെവി തുറന്നിരുന്നോണ്ട് കേട്ടു. അല്ലെ, എന്നെ വേണമെങ്കിൽ റിമാൻഡ് ചെയ്യാം. പക്ഷെ കേട്ടോണ്ടിരുന്ന താങ്കളെ പ്രേരിപ്പിച്ചില്ലല്ലോ. പിന്നെ പറയാം, എങ്ങനെയെന്നറിയാമോ, ഞാനും താങ്കളും കൂടി ഗൂഢാലോചന നടത്തി ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കണമെന്ന താല്പര്യം. പക്ഷെ അതൊക്കെ തെളിയിക്കാൻ വലിയ പാടാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് കുറ്റകൃത്യമല്ല. ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ നാളെ ഇങ്ങനെ ചെയ്യും. എന്താ അത്? എൻ്റെ ഭാവനയാണ്. അതിനെങ്ങനെ നമുക്ക് കുറ്റകൃത്യമായിട്ട് പെടുത്താൻ പറ്റും? അത് ഞാൻ പറയുകയാണ്, നാളെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കുറ്റകൃത്യമാണെന്നാണോ? അപ്പോൾ ഇങ്ങനെ ഒരു എത്തും പിടിയും കിട്ടാത്ത വിധത്തിൽ പോലീസ് ഒരർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരർത്ഥത്തിൽ ഈ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ, ആരുടെയൊക്കെയോ എന്താ പറയുക, ഒരു മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ, അതിന് വേണ്ടിയിട്ട് നടത്തിയൊരു നാടകമാണ് ഈ അറസ്റ്റ്. പോലീസിന് നന്നായിട്ട് അറിയാം, ആഭ്യന്തര വകുപ്പിന് നന്നായിട്ട് അറിയാം ഈ കേസ് നിൽക്കില്ല, ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇവിടെ ചിലരെയൊക്കെ, പിന്നെ വേറെ ചില ആൾക്കാർ ഒളിഞ്ഞിരുന്ന് കല്ലെറിയും. എന്താ ഇത്? അർജുനായങ്കിയെ പിടിച്ചു. അർജുനായങ്കിയും സോഷ്യൽ മീഡിയയിലൂടെ വലിയ തള്ളിയതാണ്. ആ അർജുനായങ്കിയെ പിടിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ട് TG മോഹൻദാസിനെ പിടിക്കാൻ പറ്റുന്നില്ല? ഇവിടുത്തെ കേരളത്തിലെ സംഘപരിവാറിൻ്റെ നാവാണ്,
പിന്നെ ന്യൂനപക്ഷ വിരുദ്ധനാണ്. ഈ എന്തുകൊണ്ട് സുകുമാരക്കുറുപ്പിനെ നിങ്ങൾ പിടിച്ചില്ല എന്ന് ചോദിച്ചത് കുഴഞ്ഞ ഭാഗ്യത്തിന് ടി ജിയുടെ പേര്. അതെ, ടി ജിയുടെ പേര് അർജുനായെങ്കിൽ പിടിച്ചല്ലോ. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് സുകുമാരക്കുറുപ്പിനെ പിടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കേരള പോലീസ് വെള്ളം കുടിച്ചേനെ. അപ്പോൾ ഇത് സത്യത്തിൽ ഈ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് ഉയരേണ്ട ചോദ്യം അതായിരുന്നു. വളരെ എന്താ പറയുക, പോലീസിനെ വളഞ്ഞിട്ട് വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന രീതിയിൽ ഈ ചോദ്യങ്ങൾ ഉയരണമായിരുന്നു. അർജുനായങ്കിയെ പിടിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ട് സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യമായിരുന്നു ഉയരേണ്ടിയിരുന്നത്. അതിനെന്താണ് മറുപടി? അതെ, പിടിക്കാൻ പറ്റിയിട്ടില്ല, പിടിക്കില്ല. പക്ഷേ പിടിക്കാൻ പറ്റില്ല. പുതിയ വെർഷൻ മറുപടി എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ടി ജിക്കെതിരെ വളരെ വകുപ്പുകളൊക്കെ വലിയ വകുപ്പാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, 7 വർഷത്തിൽ താഴെയുള്ള കുറ്റകൃത്യങ്ങളാണ്. ഇതിലിപ്പോൾ ഇട്ടിരിക്കുന്ന വകുപ്പുകളെല്ലാം 3 വർഷം, പരമാവധി ശിക്ഷ 3 വർഷമാണ് കിട്ടുന്നത് കുറ്റം തെളിയിച്ചാൽ. അപ്പോൾ 3 വർഷത്തെ ഇതിന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം പോലീസിന്. ഇപ്പോൾ ഈ BNS-ഉം BNSS-ഉം ഒക്കെ വന്നതിന് ശേഷം നാഗരിക് സുരക്ഷാ സംവിധാനം, ന്യായ സംഹിതയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ലിബറലായിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ. പല കുറ്റകൃത്യങ്ങളും ഇപ്പോൾ ഫൈനടച്ച് നമുക്ക് ഇറങ്ങാം. പിന്നെ അതുപോലെ തന്നെ മറ്റ് ചില കുറ്റകൃത്യങ്ങൾക്കെല്ലാം പകരം വേറെ ഇപ്പോൾ ട്രാഫിക് റൂള് തെറ്റിച്ചു, ഒരു ദിവസം ട്രാഫിക് ഡ്യൂട്ടി നിയന്ത്രിക്കാനുള്ള ഒരു ശിക്ഷയാണ് കൊടുക്കുന്നതെന്നിരിക്കട്ടെ, ഞാനൊരു സാങ്കല്പികമായിട്ട് പറയുകയാണ്. ആ ആള് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ട്രാഫിക് നിയമം തെറ്റിക്കില്ല. റോഡിലൊക്കെ ഇറങ്ങും, പക്ഷെ ട്രാഫിക് നിയമം പിന്നെ തെറ്റിക്കില്ല. കാരണം അവിടെ ചെന്ന് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. എന്തിനാണ് ഈ പോലീസുകാരൻ ഇങ്ങനെ ഷോർട്ട് ടെമ്പേർഡ് ആകുന്നത്, എന്തിനാണ് ഈ വണ്ടി ഓടിച്ചു വരുന്ന ആൾക്കാരെ തെറി വിളിക്കുന്നതെന്നൊക്കെ നമുക്ക് അപ്പം മനസ്സിലാവും. കാരണം അത്ര ബുദ്ധിമുട്ടാണ്. ആ വെയിലും ഒക്കെ കൊണ്ട് അവിടെ നിന്ന് സഹിച്ച് ട്രാഫിക് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ടി ജിയെ അകത്തിടാൻ മാത്രമുള്ള ശക്തമായ ഒരു നിലപാടും പോലീസിന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, അത് സ്വീകരിക്കാൻ കഴിയില്ല. അല്ല, അത് 71 വയസ്സുള്ള ഒരു മുതിർന്ന പൗരനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് 200 കിലോമീറ്റർ യാത്ര ചെയ്യിച്ച് കൊണ്ടുവന്നു. ഇതൊന്നുമില്ല, ഒരു നോട്ടീസ് കൊടുത്ത ടി ജി പിറ്റേന്ന് രാവിലെ അല്ലെങ്കിൽ 5 മണിക്കൂർ അവിടുന്ന് യാത്ര ചെയ്ത് ഇങ്ങനെ വരാൻ 5-6 മണിക്കൂർ വേണം. ടി ജി മോഹൻദാസ് ഇവിടെ എത്തും, അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാവും, നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ അതനുസരിക്കും. അല്ലാതെ ടി ജി മോഹൻദാസ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടുന്ന ആളൊന്നുമല്ല. അദ്ദേഹം നല്ല ധൈര്യശാലിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം ഇന്ന് വരെ നിലപാട് മാറ്റിയിട്ടില്ല. ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകൻ, തിരുവനന്തപുരത്തിന് ഒരു ചാനൽ പ്രവർത്തകൻ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന കണ്ടു. പോലീസ് ട്രെയിനിങ് കോളേജിന് തൊട്ടടുത്താണ് ടി ജിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ട്രെയിനിങ് കോളേജിനകത്താണ് ടി ജിയെ ഇന്നലെ അർദ്ധരാത്രി കൊണ്ടുവന്നത്. അപ്പോൾ കൊതുകടി കാരണം ടി ജിക്ക് ഉറങ്ങാൻ വയ്യ. അപ്പോൾ എഴുന്നേറ്റ് നടക്കാമെന്ന് വെച്ചപ്പോൾ പോലീസിനെ പിടിച്ചവിടെ കിടത്തി. പുള്ളി കസ്റ്റഡിയിലാണല്ലോ. അങ്ങനെ കൊതുകടി കണ്ട് ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ വെളുപ്പിനെ വിളിച്ചുണർത്തി. കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് നിങ്ങൾ ചെയ്തതിനെ പറ്റി, കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് അറിയണം. പിന്നെ എഴുന്നേറ്റിരുന്നും അതിനെല്ലാം ഉത്തരം കൊടുത്തത്രേ. അപ്പം അങ്ങനെ ടോർച്ചർ ചെയ്ത് അത് രാത്രി പോലും ഉറങ്ങാൻ സമ്മതിക്കാതെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ചിലരെ തൃപ്തിപ്പെടുത്താനും ചിലരെ സന്തോഷിപ്പിക്കാനും ചിലരുടെ മനസ്സിലെ ഒരു വിഷമം ഒന്ന് ലഘൂകരിക്കാനും വേണ്ടിയിട്ട് ചെയ്തൊരു പണിയാണിത്. അതല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും. പോലീസിന് ജോലി ചെയ്തേ പറ്റുള്ളൂ. അല്ല, പോലീസിന് ജോലി ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് എന്താ സംഭവിക്കണത്? ടി ജി വർദ്ധിത വീര്യത്തോടു കൂടി തൻ്റെ പ്രവർത്തനം തുടരും. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി മേലും കീഴും നോക്കാനില്ല. അദ്ദേഹം കൂടുതൽ ആർജവത്തോടുകൂടി വിമർശിക്കേണ്ടവരെ വിമർശിക്കും, എതിർക്കേണ്ടവരെ എതിർക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചാട്ടുളി പോലെ ആയിരിക്കും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ടി ജി ഇതുകൊണ്ടൊക്കെ പേടിച്ച് മയപ്പെടും, ടി ജി പണി നിർത്തി വീട്ടിലിരിക്കുമെന്നാണ് ആൾക്കാർ കരുതുന്നത്. അങ്ങനെ ഉദ്ദേശിച്ചൊക്കെയാണ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങളുടെ ആ ഉദ്ദേശം മുഴുവനും തെറ്റിപ്പോയി. ഒരു കാരണവശാലും അത് നടക്കാൻ പോകുന്നില്ല. ടി ജി വളരെ ചങ്കൂറ്റത്തോടു കൂടി ഈ ഉരുപിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന പാരമ്പര്യമൊന്നും ടി ജിക്കില്ല. പക്ഷേ ടി ജിക്ക് ചങ്കൂറ്റത്തിന് ഒരു കുറവുമില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിനോട് യോജിക്കാം, അതൊക്കെ വേറെ കാര്യം. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളിലോടും എല്ലാവരും യോജിക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു നിർബന്ധവുമില്ല. അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കുറേ കാര്യങ്ങൾ വയ്ക്കുന്നു, അത് ചർച്ച ചെയ്യപ്പെടണം, ഇതിൻ്റെ കല്ലും നെല്ലും തിരിയണം.
ഇത് സമൂഹത്തിൽ പൗരന്മാർക്ക് നീതി ലഭിക്കണം, അവരോട് അനീതി കാട്ടരുത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചർച്ചകളുടെ ഉദ്ദേശം. അല്ലാതെ ടി ജി മോഹൻദാസിന് രാഷ്ട്രീയമുണ്ട്, അദ്ദേഹം നേരിട്ട് രാഷ്ട്രീയ പാർട്ടികളിലൊന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിലും പരോക്ഷമായി രാഷ്ട്രീയമുണ്ട്, അദ്ദേഹം BJP അനുഭാവിയാണ്, ഒക്കെയാണ്. പലപ്പോഴും BJPയെ അദ്ദേഹം അതിരൂക്ഷമായി വിമർശിക്കാറുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും, നാട്ടുകാർ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ TG മോഹൻദാസിനെ കുറിച്ച് വേറൊരു തരത്തിൽ ഒരു ചിത്രമുണ്ടാക്കാൻ ശ്രമിച്ച് കേരള പോലീസ് പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. അതിന് കേരള പോലീസിനെ പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത രാഷ്ട്രീയ നേതൃത്വം അതിനേക്കാൾ നാണം കിട്ടു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ മനസ്സിലാകുന്ന കാര്യം. വീണ്ടും ജിയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ കുറേ കൂടെ മൂർച്ചയിൽ, കുറേ കൂടി ആർജവത്തോടുകൂടി, കുറേ കൂടി കരുത്തോടുകൂടി വിമർശനം തുടരും. അല്ലാതെ ഇതിനകത്തിപ്പോൾ ജിയെ പേടിപ്പിച്ച് ഒതുക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് അത് മൂഢസ്വർഗത്തിലിരിക്കുന്നവരാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഒരുപാട് പഴുതുകളുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് ജിയുടെ അഡ്വക്കേറ്റ് ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം ജിക്ക് അർഹതപ്പെട്ട ജാമ്യം നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഭരണഘടന ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കൂടി ഈ ഒരു സംഭവം തെളിയിക്കുകയാണത്.